ഹലോ. ഇന്ന് ഉച്ചക്കത്തേക്ക് നല്ല നങ്കും പിന്നെ അതേപോലെ അയിലയുമാണ് കേട്ടോ കിട്ടിയത്. നങ്കിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് അമ്മയോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ അയില വെട്ടിക്കഴിയാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. നങ്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ നമ്മൾ പൊളിച്ച് കഴിയണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള പോലത്തെ ഒരു കാര്യം. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതിൻ്റെ നങ്ക് ക്ലീൻ ചെയ്യണതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നങ്കിൻ്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു. അപ്പോൾ അങ്ങനെ നങ്കൊക്കെല്ലാം ക്ലീൻ ആയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഉള്ളിലേക്ക് ഇട്ട് അയില തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എപ്പോഴും സവാളയിട്ടാണ് മീനൊക്കെ തിളപ്പിക്കാറ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഉള്ളിയിട്ടാണ് തിളപ്പിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ, പക്ഷേ ഇവിടെ മെയിനായിട്ട് സവാളയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ പിന്നെ ഇന്ന് അമ്മ പറഞ്ഞ് ഇന്ന് ഉള്ളിയിട്ട് തിളപ്പിക്കാമെന്ന്. അങ്ങനെ ഇന്ന് ഉള്ളിയൊക്കെ കഴിഞ്ഞെല്ലാം എടുത്തിട്ട് അതൊക്കെ ഇട്ടാണ് മീൻ തിളപ്പിച്ചത്. അപ്പോൾ തിളപ്പിക്കാനായിട്ടെല്ലാം ചട്ടിയൊക്കെ അടപ്പത്ത് വെച്ച് ഉള്ളിയൊക്കെ എല്ലാം വഴറ്റി കഴിഞ്ഞപ്പോഴേക്കും എന്താ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ പുളിക്ക് വേണ്ടി ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടെ ഒഴിച്ചു. സാധാരണ ചില ആൾക്കാർ തക്കാളി ഇടും, പുളി ഇടും, നമ്മുടെ വാളംപുളി അതും ഇടാറുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ അതൊന്നും ഇടാറില്ല. എൻ്റെ വീട്ടിൽ തക്കാളി ഇടും, ഇവിടെ വിനാഗിരി മാത്രമേ കൂടെ ഒഴിക്കാറുള്ളൂ. പിന്നെ ക്ലീൻ ചെയ്ത് വെച്ച കഷ്ണങ്ങളായിട്ടുള്ള മീനും കൂടെ അങ്ങോട്ട് പെറുക്കിയിട്ട് കഴിഞ്ഞ് ചട്ടിയോട് കൂടി അതങ്ങോട്ട് ചുറ്റിച്ചങ്ങാട് വെച്ചു. അത് കഴിഞ്ഞ് നല്ലോണം ഒന്ന് തിള വന്നപ്പോഴേക്കും ഒരുപാടൊന്നും തിളച്ചില്ല, നേരിട്ടായിട്ടൊന്ന് തിള വന്നപ്പോഴേക്കും മൂടി വെച്ചു. അങ്ങനെ മീൻകറിയുടെ പരിപാടി കഴിഞ്ഞു. ബാക്കിയുള്ള നങ്കെല്ലാം കൂടെ പൊടികളെല്ലാം ഇട്ട് ആവശ്യത്തിന് വിനാഗിരി ഇട്ട് നല്ലോണം അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് വെച്ചു വറുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഉച്ചക്കത്തേക്ക് ചോറും കഴിച്ചു. അയില തിളപ്പിച്ചതും വറുത്തതും പിന്നെ രാവിലത്തേക്ക് ചേട്ടക്ക് ചോറ് കിട്ടാൻ വേണ്ടി ഉരുളക്കിഴങ്ങും കൂടെ കൊളുത്തിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ അതും ഉണ്ടായിരുന്നു, ഉണക്കമീൻ വറുത്തും ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂട്ടി ഉച്ചക്കത്തെ ചോറ് കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ.